നമസ്കാരം, സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. വായ്പ എടുത്തവർക്ക് സമാധാനിക്കാം. റിപ്പോ നിരക്ക് കൂട്ടാതെ RBIയുടെ പണനയം. റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക്. തുടർച്ചയായ 9ാം തവണയാണ് RBI റിപ്പോ നിരക്ക് 6.5% നിലനിർത്തുന്നത്. 2023 ഫെബ്രുവരി മുതൽ ഈ നിരക്കാണ് തുടരുന്നത്. ചൊവ്വാഴ്ച ആരംഭിച്ച ധനനയ യോഗം അവസാനിച്ച ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു RBI ഗവർണർ ശക്തികാന്ത ദാസ്. രാജ്യത്തെ പണപ്പെരുപ്പം മെയ് ജൂൺ മാസങ്ങളിൽ കുറഞ്ഞിട്ടുണ്ടെന്നും വരുന്ന മാസങ്ങളിൽ ഇത് ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തുമെന്നും RBI ഗവർണർ പറഞ്ഞു. RBIയുടെ പണപ്പെരുപ്പ ലക്ഷ്യം 4%. ടോളറൻസ് ബാൻഡ് 2%. 2021 ജനുവരിയിലാണ് പണപ്പെരുപ്പം RBIയുടെ പരിധിയിലാക്കി 4.06% എത്തിയത്. തുടർന്നിങ്ങോട്ട് നിയന്ത്രണത്തിൽ ഉണ്ടെങ്കിലും വരും മാസങ്ങളിൽ ലക്ഷ്യത്തിനടുത്തേക്ക് എത്തുമെന്നാണ് സൂചന. ഉപഭോക്തൃ വില സൂചികയെ സ്വാധീനിക്കുന്ന ഭക്ഷ്യവില കുത്തനെ ഉയർന്നതും തിരിച്ചടിയായിട്ടുണ്ട്. മെയ് മാസത്തിലെ 4.75% നിന്ന് ജൂണിൽ റീറ്റെയിൽ പണപ്പെരുപ്പം 5.08% ഉയർന്നത് ഈ കാരണം കൊണ്ട് തന്നെയാണ്. ഭക്ഷ്യവില പെരുപ്പം മെയ് മാസത്തിലെ 8.69% നിന്ന് ജൂണിൽ 9.55% ഉയർന്നു. പച്ചക്കറി വില 27.33% ഉയർന്നു. 2023 നവംബർ മുതൽ ഭക്ഷ്യവസ്തുക്കളുടെ വില വർഷം തോറും 8% വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ജനങ്ങൾ അവരുടെ വരുമാനത്തിന്റെ ഭൂരിഭാഗവും ഭക്ഷണത്തിനായി ചെലവഴിക്കാൻ നിർബന്ധിതരാകുന്നുണ്ട്. ഉയർന്ന ഭക്ഷ്യവില പെരുപ്പം മൊത്തത്തിലുള്ള പണപ്പെരുപ്പം ഗണ്യമായി കുറയുന്നത് തടയുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉള്ളി, തക്കാളി, ഉരുളക്കിഴങ്ങ് തുടങ്ങിയ പ്രധാന പച്ചക്കറികളുടെ വില ഉയർന്നു. ഭക്ഷ്യവിലക്കയറ്റത്തിന് പുറമെ പ്രമുഖ മൊബൈൽ സേവനദാതാക്കൾ സമീപകാലത്ത് ടെലികോം താരിഫ് വർധന സ്ഥാപിച്ചത് വിപണിയിൽ സമ്മർദ്ദം ചെലുത്തും. അതേസമയം അമേരിക്കൻ വിപണിയിലെ മാന്ദ്യഭയത്തിനും മിഡിൽ ഈസ്റ്റിലെ ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾക്കും ഇടയിൽ ക്രൂഡ് ഓയിൽ വില അടുത്തിടെ 8 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയത് ആശ്വാസമാണ്.